ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ ആവോലിയാണ്. അതിപ്പോൾ നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണ്. കുറച്ച് കോൽപ്പൊളിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വരയണ വരച്ചിൽ മീനിൻ്റെ മുള്ളുമ്മ മുട്ടണം. അപ്പോൾ അത്രയും ആഴത്തിൽ വേണം നമ്മൾ ഇത് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പോൾ ഇത് വരഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതിലേക്കുള്ള പൊടികൾ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കോൽപ്പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ചെറിയ നെല്ലിക്കര വലുപ്പത്തിനുള്ള കോൽപ്പുളി കുറച്ച് വെള്ളത്തിൽ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം നമുക്ക് ഈ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികൾ നമ്മുടെ മീനിലേക്ക് പുരട്ടി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ പൊടിയുടെ മിക്സ് പ്ലേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മീൻ ഇതിലേക്ക് വെച്ച് കുറേശ്ശെ പൊടികൾ ഇതുപോലെ പറ്റി കൊടുക്കാനായിട്ട് നോക്കാം. ഈ മീനിൻ്റെ ഉള്ളിക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിക്കൊക്കെ ഈ വരഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിക്കൊക്കെ നല്ലപോലെ മസാല ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ മാംസത്തിലേക്കൊക്കെ നല്ലപോലെ മസാല ഇങ്ങനെ പിടിക്കും. അതുപോലെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ ആക്കിയില്ല, ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഗ്യാപ്പ് ഉള്ളിക്കൊക്കെ നല്ലപോലെ മസാല കയറും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ച് മസാല ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് മുഴുവൻ മീനും ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ മീനിൽ നല്ലപോലെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാനിത് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു തവയാണ് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തവയിൽ കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇടുക, അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇടുക. അങ്ങനെ മാറ്റിയിട്ട് ഫ്ലെയിം ചേഞ്ച് ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. പൊള്ളിച്ച മീനിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 25-30ഓളം ചെറുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചത്. ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത്, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നല്ല പോലെ ചതച്ചെടുക്കുന്നുണ്ട്.
പക്ഷേ വെളുത്തുള്ളി ആണെങ്കിലും ഉള്ളി ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടിക്കലിൽ ഒന്ന് കുത്തിയെടുത്താൽ മതി. കൂടുതൽ നല്ല പോലെ ഇടിച്ച് ചതച്ചെടുക്കണ്ട, ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. മീനിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡ് കൂടിയും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ചൂടാറിന് ശേഷം നമുക്ക് മീനിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മസാല എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വേണം ചതച്ചെടുക്കാനായിട്ട്. ഇഞ്ചി മാത്രം നല്ല പോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറി വരണം, ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് വീണ്ടും കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. ഈ മീൻ പൊള്ളിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു നാച്ചുറൽ ടേസ്റ്റാണ് അതിന്. നമ്മൾ ഈ മീൻ പൊള്ളിച്ചതിന് ശേഷം ഈ മസാലയൊക്കെ ഇട്ട് മീൻ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടല്ലേ ചെയ്യാം, അങ്ങനെയല്ലേ നമ്മൾ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന, ഈ പൊള്ളിച്ച മീനിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ ചെറുള്ളി, അപ്പോൾ തന്നെ കറിവേപ്പില, ഈ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതൽ എടുക്കണം തന്നെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മീനിൻ്റെ മസാലയിലും മഞ്ഞൾപ്പൊടി കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കണം കേട്ടോ. അതിന് ശേഷം വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഈ പൊടികളെല്ലാം മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളിയും 4 പച്ചമുളകും ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തക്കാളി ഇല്ലാതെ നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ അത് വരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മസാലയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ മീൻ ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഈ തക്കാളി എല്ലാം നല്ല പോലെ കുക്കായി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ എല്ലാം അളവ് കറക്റ്റ് അല്ലേന്ന് നോക്കി നോക്കുക. ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് തന്നെയാണ്. അഥവാ ഞങ്ങളുടെ കയ്യിൽ ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വാട്ടാനായിട്ട് നോക്കാം. അടുപ്പൊന്നും ഇല്ലാത്തവർക്ക് ഇല വാട്ടാനുള്ള ടിപ്പാണിത് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ എടുക്കണ ഇല ഇതേപോലെ ഗ്യാസ് സ്റ്റൗവില്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കടലിൽ വാടി വരണുണ്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുക ഓരോ സൈഡായിട്ട്. അപ്പോൾ ഇതേപോലെ വാട്ടിയെടുക്കാം കേട്ടോ. ഇതൊക്കെ വാട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യമ്മയ്ക്ക് ചൂട് തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താലോ കേട്ടോ.
ഞാനിപ്പോൾ ടോട്ടൽ 3 ഇലയാണ് വാട്ടി വെച്ചിട്ടുള്ളത്. 2 ഇല ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു കഷ്ണം സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്, വട്ടന അരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ പിന്നാലേക്ക് ഇതേപോലെ തക്കാളി വട്ടന അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെച്ചു എന്ന് മാത്രം. അതിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഗാർണിഷ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ അതിങ്ങനെ ഇട്ട് കൊടുക്കാം. മസാല ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് പരമാവധി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാമല്ലോ മീനിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന്, അപ്പോൾ ആ മീനിൻ്റെ വലിപ്പം വരുന്ന ആ ഒരു വലിപ്പത്തിൽ നമ്മൾ പരമാവധി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചെയ്യാനായിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടീസ്പൂണാണ്. ചട്ടകത്തിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പരത്തിയിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചട്ടകം മല്ലിയുടെ ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഈ മീനിൻ്റെ മുകളിൽ നമ്മൾ അടിയിൽ പറ്റിയില്ലേ മസാല, അതേപോലെ ഈ മീനിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ തക്കാളി വെച്ച് സവാള അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗാർണിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിയാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ 3 ഇല വാട്ടി വെച്ചിട്ട് പറഞ്ഞതല്ലേ, അപ്പോൾ ഒരു ഇല അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ അടച്ച് വെച്ച് ഇനി നമുക്ക് പൊതിയാനായിട്ട് നോക്കാം. എനിക്ക് അത്ര പൊതിയാൻ വലിയ പിടുത്തില്ല, അതുകൊണ്ട് ഞാൻ അമ്മേനെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇത് പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ കെട്ടില്ലേ വള്ളി കൊണ്ട്, അപ്പോൾ ആ വള്ളി ഞാൻ മറ്റേ വാഴേമ ഉണ്ടാവില്ലേ വള്ളി, ആ വള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മീൻ പൊള്ളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തവ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതേ തവ വെച്ചിട്ടുണ്ട്. തവ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ പൊതിഞ്ഞ മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കനമുള്ള എന്തെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്, ഇച്ചിരി കനമുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഇലയുടെ ഈ ഭാഗം നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചട്ടി വീണ്ടും ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഇത് പൊളിച്ചെടുക്കാം. വീണ്ടും 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ ഓരോ സൈഡും 2 പ്രാവശ്യത്തോളം അല്ലെങ്കിൽ 3 പ്രാവശ്യത്തോളം മറിച്ചിട്ടെടുത്ത് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഈ ഇല ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ ഓൾറെഡി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീനാണ്, മസാലയും കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്ന് ചൂടൊന്ന് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ച് കിട്ടിയാൽ മതി, അപ്പോൾ കറക്റ്റായി വന്നോളൂ. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇല കണ്ട ഒന്ന് വാടി എല്ലാവരുടെയും വാടി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കെട്ടോളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാനായിട്ട് നോക്കാം. ഇല തുറക്കും തോറും നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ചൂടുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തേക്ക് അത്ര ചൂട് തോന്നിയില്ല, പക്ഷെ ഉള്ളിലേക്ക് തുറക്കുമ്പോൾ നല്ല ചൂട് ഉണ്ട്. അങ്ങനെ കണ്ടത് ആവി പറക്കണ നമ്മുടെ ആവോലി പൊളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിപ്പോൾ ഈ വാഴയിലയിൽ ഈ മീനിൻ്റെ ഈ മസാലയും ഇതൊക്കെ എല്ലാം കൂടി വന്നപ്പോൾ അത് തുറക്കുമ്പോൾ ഒരു മണം വരും, എന്താ ഒരു മണം. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഈ ഓട്ടോമാറ്റിക് നമ്മുടെ വായിൽ വെള്ളം വരുന്ന പറയില്ലേ, അതുപോലെ ഒരു ശരിക്കും അങ്ങനെ തന്നെയാണ്. എനിക്കൊക്കെ ശരിക്കും വായിൽ വെള്ളം വന്നിട്ട് വയ്യ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.